സീസൺ 3 മുതലാണ് നമ്മൾ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അതിനു മുമ്പും കാണുന്നൊക്കെ ഉണ്ട്, പക്ഷെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. സീസൺ 3 വീഡിയോസ് ചെയ്ത സമയത്ത് ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്ന ചിലർ പുറത്തായതിനു ശേഷം നമ്മളെ ടാർഗറ്റ് ചെയ്ത് അവരുടെ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ചാനല് പൂട്ടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഒരു ചാനല് നമ്മൾ കെട്ടിപ്പടുത്തിയ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ്. ഒരുപക്ഷെ ഇപ്പൊ ഇരിക്കുന്നതിലും ഡെഡിക്കേഷനോടെ കെട്ടിപ്പടുത്തിയ ഒരു ചാനലായിരുന്നു അത്. സീസൺ 3 നമ്മുടെ ചാനല് അത് പോകാൻ കാരണം തന്നെ സീസൺ 3 ഉണ്ടായിരുന്ന ചിലരാണ്, പേരൊന്നും പറയുന്നില്ല, അന്ന് നമ്മൾ പേര് സഹിതം എടുത്തു പറഞ്ഞ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളുടെ കള്ളക്കളി പൊളിച്ച് കയ്യിൽ കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പണി അന്ന് തന്നത്. ഓക്കെ, ആ പണിക്കൊക്കെ വളരെ നന്ദിയുണ്ട്. അത് കഴിഞ്ഞ് സീസൺ 4 കാണാൻ തുടങ്ങി. അപ്പോഴൊക്കെ ഈ വാശി ഇങ്ങനെ ഉള്ളിൽ കിടക്കുകയാണ്, എങ്ങനെയും തിരിച്ചു വരണം. അന്ന് മണിക്കുട്ടന്റെ ഒരു ഡയലോഗ് ഇങ്ങനെ വൈറലായിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. ഫിനാലെ വേദിയിൽ വെച്ച് പുള്ളി പറഞ്ഞതാണ്, ദുഃഖവെള്ളി കഴിഞ്ഞിട്ട് ഈസ്റ്റർ ഉണ്ട് എന്നൊരു ഡയലോഗ്. ഇത് പലപ്പോഴായിട്ട് മണിക്കുട്ടൻ ആ സീസണിൽ പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു മൈൻഡിനകത്ത്. സീസൺ 4 പക്ഷേ വിരലിൽ എണ്ണാവുന്ന വീഡിയോസേ ചെയ്തിട്ടുള്ളൂ. ചെയ്തതൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് പ്രേക്ഷകർ ഏറ്റെടുത്ത വീഡിയോസ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് സീസൺ 5 വന്നു. സീസൺ 5 വന്നപ്പോഴാണ് ശരിക്കും വീഡിയോസ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി പുറപ്പെട്ട് തുടങ്ങിയത്. അതിലും ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് നമ്മൾ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് നീ ഇനി വന്നു കഴിഞ്ഞാൽ പൂട്ടിച്ച് കളയുമെന്ന് പറഞ്ഞ ടീമുകളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് സീസൺ 6 വന്നു. സീസൺ 6 വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ചാനൽ ബൂമായി ഇങ്ങനെ തുടങ്ങുന്നത്. നിങ്ങളിപ്പോ കാണുന്ന ഈ ലെവലിലെങ്കിലും തലയെടുപ്പോടെ നിൽക്കാനായിട്ട് തുടങ്ങിയത് ഈ ഒരു സീസൺ തുടങ്ങിയതിൽ പിന്നെയാണ്. പക്ഷെ ഇപ്പോഴും ചാനലിലെ ഒരു ടോപ്പ് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഒരു വീഡിയോ പോലും 1,00,000 വ്യൂസ് ഒന്നും അടിച്ചിട്ടില്ല. അപ്പൊ അത്രയ്ക്ക് ദാരിദ്ര്യത്തിലാണ് ഈ ചാനൽ ഇപ്പോഴും കിടക്കുന്നത്. ചാനലിന് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവ്, ലൈക്സ് കമന്റ്സ് എല്ലാം കുറവ്. അത്യാവശ്യം വ്യൂവർ ബേസ് ഉണ്ടെന്നല്ലാതെ വേറുള്ളവരുടെ പോലെ വലിയ ടോപ്പ് ചാനലൊന്നും അല്ല. റിവ്യൂവർ ആണെന്ന് പറയുന്ന ആ ഒരു സീനിലേ നമ്മളൊന്നും ഇല്ല. അപ്പം ആ സീനിലേക്ക് സ്പേസിലേക്ക് എനിക്ക് വരാനായിട്ടും താല്പര്യമില്ല, അത് വേറെ കാര്യം. നമുക്ക് ബിഗ് ബോസിനകത്തെ ആരുമായിട്ട് ഒരു ബന്ധവുമില്ല. കാണുന്ന കാര്യങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു പ്രേക്ഷകനായിട്ടിരുന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അതേപടി എത്തിക്കുന്നു. ഇപ്പൊ നമ്മള് സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും പറയാറില്ല വീഡിയോയ്ക്കകത്ത്. ഇപ്പം ഇപ്പോഴും അത് കാണുന്നവരുടെ ചോയ്സ് ഒക്കെ തന്നെയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നിയാൽ നിങ്ങൾ എടുത്തങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങനെ നിർബന്ധം തോന്നി പിടിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ എനിക്ക് ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ തരാൻ പറ്റുന്ന ഒരേ ഒരു ഉറപ്പ്, ഇനിയും നമ്മൾ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടാവും, വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരിക്കും. സീസൺ 10 ആയാലും ഇതേ ഊർജ്ജത്തോടെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ 1400 സംതിങ് വീഡിയോസ് ആയി നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. 100 വ്യൂ ആയാലും 1,00,000 വ്യൂ ആയാലും എനിക്ക് ഒരേപോലെ തന്നെയാണ്. കാരണം ജാക്കിക്ക് ഒരേ അതാണെന്ന് പറയുന്ന പോലെയാണ്. കാരണം 2 എക്സ്ട്രീംസും ഈ ഒരു 3 വർഷത്തെ യാത്രയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ടാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും വീഡിയോ കാണുന്നവർക്കും ഷെയർ ചെയ്തവർക്കും കമന്റ് ഇട്ടവർക്കും എല്ലാം ഒരുപാട് നന്ദി. ഇനി ലൈവിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രൈഡേ ആണല്ലോ, ലൈവ് മൊത്തം ഉറങ്ങിയ അവസ്ഥയിലാണ്, ആരും ഒട്ടും ആക്റ്റീവ് ഒന്നുമല്ല. ടിക്കറ്റ് ഫിനാലയുടെ ക്ഷീണം എല്ലാവരിലും അറിയാനുണ്ട്. ഇപ്പോഴാണ് എല്ലാവരും ഒന്ന് ബെഡിൽ നിന്നും എണീറ്റ് കണ്ടത്. അതുകൊണ്ട് കോൺവെർസേഷൻസ് ഒന്നും ഉണ്ടായി കണ്ടില്ല ഇതുവരെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട്